നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്ന് ജസ്റ്റ് ലിയാണ്. അർജന്റായിട്ട് കുറച്ച് ജോബ് വേക്കൻറ്റ് വന്നിട്ടുണ്ട്. അത് പരിചയപ്പെടുത്താനാണ് ഞാൻ വന്നിട്ടുള്ളത്. നമ്മുടെ അലൈനിലുള്ള ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള കമ്പനിയിലേക്ക് കുറച്ച് വേക്കൻസി വന്നിട്ടുണ്ട്. അപ്പോൾ ആ വേക്കൻറ്റ് എന്താണ് എന്നുള്ളത് ഫസ്റ്റ് തന്നെ ഞാൻ പറയാം. AC ടെക്നീഷ്യൻസ്, ഇലക്ട്രിക്കൽ ടെക്നീഷ്യൻസ്, MEP ടെക്നീഷ്യൻസ്. അപ്പോൾ ഇതാണ് നമ്മൾക്ക് വന്നിട്ടുള്ള വേക്കൻറ്റ്. അപ്പോൾ ഇതുമായിട്ട് ബേസ് ചെയ്തിട്ടുള്ളവർ മാത്രം CV അയച്ചാൽ മതി. ദുബായിലുള്ള ഹോസ്പിറ്റലിലേക്ക് മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്കാണ് ഈ വേക്കൻറ്റുകൾ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൽ താല്പര്യമുള്ളവർ ഞാൻ താഴെ തന്നിരിക്കുന്ന നമ്പറിൽ എത്രയും പെട്ടെന്ന് CV അയക്കുക. ആ നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. മെയ് 1 സ്റ്റാർട്ട് ആകാൻ പോകുന്ന പ്രൊജക്റ്റിലേക്കാണ് ആളെ റിക്രൂട്ട് ചെയ്യുന്നത്. വിസയുടെ എക്സ്പെൻസും കമ്പനി വഹിക്കുന്നതായിരിക്കും. നിങ്ങളുടെ എക്സ്പീരിയൻസും ഇൻ്റർവ്യൂവിൽ നിങ്ങളുടെ പെർഫോമൻസും വെച്ചിട്ടാണ് നിങ്ങളുടെ സാലറി ഡിസൈഡ് ചെയ്യുന്നത്. അപ്പോൾ 2 ആഴ്ചക്കുള്ളിൽ തന്നെ ഇതിൻ്റെ ഇൻ്റർവ്യൂ അതുപോലെ തന്നെ നിങ്ങൾക്ക് ജോയിനിങ് എല്ലാം നടക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുള്ളവർ എത്രയും വേഗം ഈ തന്നിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, നിങ്ങളെ CV ഫോർവേഡ് ചെയ്യുക. അപ്പോൾ ഇന്ന് April 3. അപ്പോൾ ഈ പ്രൊജക്റ്റ് സ്റ്റാർട്ട് ആവുന്നത് മെയ് 1 അപ്പോൾ അതിന് മുന്നായിട്ട് തന്നെ നമ്മൾ ഇതിലേക്ക് ഉള്ള സ്റ്റാഫിനൊക്കെ റിക്രൂട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ മെയ്യും കഴിഞ്ഞിട്ടൊന്നും നിങ്ങൾ ഈ നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാൻ നിൽക്കേണ്ട. വെരി അർജൻറ്റ് ബേസിലാണ് സ്റ്റാഫിനെ റിക്രൂട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ എത്രയും വേഗം തന്നെ ഞാൻ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക, CV ഫോർവേഡ് ചെയ്യുക. അപ്പോൾ ഇതിനുള്ള ഇൻ്റർവ്യൂ 3 സ്ഥലങ്ങളിലായിട്ടാണ് നടക്കുന്നത്. ദുബായിലുള്ളവർക്ക് വേണ്ടിയിട്ട് ദുബായിൽ തന്നെ ഇൻ്റർവ്യൂ നമ്മൾ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അലയിലുള്ളവർക്ക് വേണ്ടിയിട്ട് അലയിൽ ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ അബുദാബിയിലുള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് അവിടെ ഇൻ്റർവ്യൂ അറേഞ്ച് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനി സമയം ഒട്ടും കളയേണ്ട, എത്രയും വേഗം നിങ്ങൾ ഈ നമ്പറിലേക്ക് CV ഫോർവേഡ് ചെയ്യുക. ഇതുപോലെയുള്ള നല്ല നല്ല വേക്കൻറ്റുകളെ കുറിച്ചും അതുപോലെ പുതിയ അറിവുകൾക്കും വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്തിടുക. സ്നേഹപൂർവ്വം ജസ്ലലി. ബൈ.